അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്ന് അരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്ന് നാം പഠിക്കുവാൻ തുടങ്ങുന്നത് 78-ാം സങ്കീർത്തനമാണ്. ദാവീദിൻ്റെയും ശലോമോൻ്റെയും കാലത്ത് ദൈവാലയത്തിലെ വർഷിപ്പ് ലീഡറായിരുന്ന ആസാഫിൻ്റെ ഒരു ധ്യാനം എന്നാണ് 78-ാം സങ്കീർത്തനത്തിൻ്റെ ഹെഡിങ്ങിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇസ്രയേൽ മക്കളുടെ കഴിഞ്ഞ കാലത്തെക്കുറിച്ച് പഠിക്കുവാനും ഈ തലമുറയെയും വരുവാനുള്ള തലമുറകളെയും പഠിപ്പിക്കുവാനും ഉതകുന്നതാണ് ഈ സങ്കീർത്തനം. ഈ സങ്കീർത്തനം ഒരു ചരിത്രമാണ്. ഈ സങ്കീർത്തനം നമ്മെ പഠിപ്പിക്കുന്നത് ദൈവം തൻ്റെ ജനത്തിന് എല്ലാ സമയത്തും നല്ലവനായിരുന്നു എങ്കിലും ഇസ്രയേൽ ജനം ദൈവത്തിന് നല്ലവരല്ലായിരുന്നു എന്നാണ്. കാരണം ജനം ദൈവത്തിൻ്റെ പ്രമാണം അനുസരിച്ചില്ല. ദൈവം ജനത്തിന് നല്ലവനായിരുന്നിട്ടും എന്തുകൊണ്ട് ഇസ്രയേൽ ജനം ദൈവവചനം അനുസരിച്ചില്ല? ഈ ചോദ്യത്തിന് ഉത്തരം ഇസ്രയേൽ ജനവും നാമും കണ്ടെത്തണം. എന്നാൽ മാത്രമേ ജയകരമായ ഒരു ജീവിതം നയിക്കുവാനും ഇസ്രയേൽ മക്കൾക്ക് സംഭവിച്ചതുപോലെ നമുക്ക് സംഭവിക്കാതെ രക്ഷപ്പെടുവാനും കഴിയൂ. വലിയ അത്ഭുതങ്ങൾ ജനത്തിനു വേണ്ടി മിസ്രയീമിലും ചെങ്കടലിലും മരുഭൂമിയിലും ദൈവം ചെയ്തു. എന്നിട്ടും ജനം ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ചില്ല. എന്തുകൊണ്ട്? അതെ, ജനത്തിന് അവർക്ക് ബോധിച്ചതുപോലെ ജീവിക്കണമായിരുന്നു. എന്നാൽ ദൈവത്തിന് തൻ്റെ ജനം തൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ദൈവത്തിൻ്റെ ആലോചന പോലെ ജീവിക്കണമായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ ദൈവവുമായി ഒരു ഐക്യതയ്ക്ക് ഇസ്രയേൽ ജനം തയ്യാറല്ലായിരുന്നു. അനുസരണക്കേടിനെ കണ്ടുകൂടാതെ വണ്ണം വെറുക്കുന്നവനാണ് നമ്മുടെ ദൈവം. ദൈവം നമ്മോട് പറയുന്നത് നാം നമ്മുടെ തലമുറകളോട് 78-ാം സങ്കീർത്തനത്തെക്കുറിച്ച് പറയുകയും പഠിപ്പിക്കുകയും ചെയ്യണമെന്നാകുന്നു. ഈ ഉപദേശവും ദൈവത്തിൻ്റെ വായ്മൊഴികളും കേൾക്കുവാനാണ് നാം നമ്മുടെ ചെവി ചായ്ക്കണമെന്ന് കർത്താവ് 78-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിൽ കൂടി നമ്മോട് കൽപ്പിക്കുന്നത്. പഴയ നിയമത്തിലെ യഹോവ മനുഷ്യവേഷധാരിയായി പുതിയ നിയമത്തിൽ യേശു എന്ന പേരിൽ വന്ന് അനേകം ഉപദേശങ്ങൾ ജനത്തിന് കൊടുത്തു. എന്നിട്ട് പറയുന്നൊരു വാക്കാണ്, കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഈ പ്രസ്താവനയുടെ ശരിയായ അർത്ഥം അനുസരിക്കുവാൻ മനസ്സുള്ളവർ അനുസരിക്കട്ടെ എന്നാണ്. ഇതിൽ നിന്നും ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും: ദൈവമാരെയും തൻ്റെ കൽപ്പനകൾ അനുസരിക്കുവാൻ നിർബന്ധിക്കുന്നില്ല എന്നതാണത്. ജീവനും മരണവും ദൈവം നമ്മുടെ മുൻപിൽ വെച്ചിട്ടുണ്ട്. വിശാലമായ വാതിലും പെരുവഴിയും നമ്മുടെ മുമ്പിൽ ഉണ്ട്. അതുപോലെ തന്നെ ഇടുങ്ങിയ വാതിലും ഞെരുക്കമുള്ള വഴിയും നമുക്ക് മുമ്പിൽ ദൈവം വെച്ചിരിക്കുന്നു. അനുഗ്രഹവും ശാപവും ദൈവം നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. നാമാണ് ഇതിൽ ഏത് വേണമെന്ന് തിരഞ്ഞെടുക്കേണ്ടത്. വിശാലമായ വാതിലും പെരുവഴിയും തിരഞ്ഞെടുക്കുന്നവർക്ക്, ശാപം തിരഞ്ഞെടുക്കുന്നവർക്ക്, മരണം തിരഞ്ഞെടുക്കുന്നവർക്ക് അവർക്ക് എങ്ങനെ ജീവിക്കാനാണോ താല്പര്യം അപ്രകാരം ജീവിക്കുവാൻ സാധിക്കും. എന്നാൽ ഒടുക്കം അവർ എത്തിച്ചേരുന്നത് നിത്യനാശത്തിലേക്കും ഗന്ധകം കത്തുന്ന തീ പൊയ്കയിലേക്കും ആയിരിക്കും എന്ന് മാത്രം. എന്നാൽ ജീവനെ തിരഞ്ഞെടുക്കുന്നവർക്ക്, ഇടുക്കുവാതിലും ഞെരുക്ക വഴിയും തിരഞ്ഞെടുക്കുന്നവർക്ക്, അനുഗ്രഹവും സമാധാനവും തിരഞ്ഞെടുക്കുന്നവർക്ക് നിശ്ചയമായും അത് ലഭ്യമാണ്. എന്നാൽ അതിനായി ദൈവം വെച്ചിട്ടുള്ള ഒരു മാനദണ്ഡമുണ്ട്, ഒരു പ്രമാണമുണ്ട്, ഒരു വഴിയുണ്ട്. ആ വഴിക്ക് യഹോവയുടെ വഴിയെന്നോ നീതിമാന്മാരുടെ വഴിയെന്നോ വിളിക്കാം. ഈ വഴി ദൈവത്തിൻ്റെ പൂർണ്ണ സംരക്ഷണമുള്ള വഴിയാണ്. ആ വഴിയിൽ പ്രവേശിക്കുന്നതിന് നിശ്ചയമായും ദൈവകൽപ്പന അനുസരിക്കേണ്ടത് അത്യാവശ്യമാണ്. ദൈവം ഇസ്രയേലിനെ തുറന്നുകൊടുത്ത വഴിയായിരുന്നു ചെങ്കടലിലെ ചെങ്കൽ പാത. ഇസ്രയേൽ മക്കൾ ആ വഴിയിലൂടെ ധൈര്യത്തോടെ നടന്നു നീങ്ങിയപ്പോൾ സമുദ്രത്തിലെ വെള്ളം അവരെ തൊടാതെ മാറി നിന്നു. ആ വഴിയിൽ പ്രവേശിക്കുന്നവർ നിശ്ചയമായും പെസഹായും ചോരത്തെളിയും ആചരിച്ചവർ ആയിരിക്കണം. അപ്രകാരം ആചരിച്ച ഇസ്രയേൽ മക്കൾ ഇതാ ചെങ്കടലിൽ യഹോവ അവർക്ക് വേണ്ടി തുറന്ന വഴിയിലൂടെ നടന്നു നീങ്ങുന്നു. എന്നാൽ അവരെ പീഡിപ്പിച്ചിരുന്ന, ദൈവത്തോട് മത്സരിച്ചിരുന്ന, പെസഹായും ചോരത്തിലെയും ആചരിക്കാത്ത മിസ്രയീമർ അതേ വഴിയിലേക്ക് ഇറങ്ങിക്കൊണ്ട് ഇസ്രയേലിൻ്റെ പിന്നാലെ ഓടുകയാണ്. അതും വിശേഷപ്പെട്ട രഥങ്ങളിൽ. മുന്നേ പോകുന്ന ഇസ്രയേലിൻ്റെ മനോഭാവം മിസ്രയീം സൈന്യത്തിൽ നിന്നും രക്ഷ നേടുകയും ദൈവം അവർക്ക് വേണ്ടി വാഗ്ദത്തം ചെയ്ത കനാൻ ദേശത്ത് എത്തിച്ചേരുകയും ചെയ്യുക എന്നതാണെങ്കിൽ, അവരെ പിന്തുടരുന്ന മിസ്രയീമ സൈന്യത്തിൻ്റെ മനോഭാവം ഇസ്രയേലിനെ ലക്ഷ്യത്തിൽ എത്തിക്കാതെ വീണ്ടും അവരെ അടിമകളാക്കി കൊള്ളയടിക്കുകയും കൊന്നുകളയുകയും ചെയ്യുക എന്നതായിരുന്നു.
മിസ്രയീമ്യരുടെ അതേ മനോഭാവമായിരിക്കും നാം മരണത്തെയും വീതിയും വിശാലതയുമുള്ള വാതിലിനെയും വഴിയെയും ശാപത്തെയും തിരഞ്ഞെടുത്താൽ നമുക്കുണ്ടാവുക. മിസ്രയീമ്യർ ചെങ്കടലിലെ വഴിയിലൂടെ രഥങ്ങളിൽ പായുന്നത് ദൈവകൽപ്പനകൾ അനുസരിച്ച് കനാൻ ദേശത്തേക്ക് യാത്ര ചെയ്യുന്ന ഇസ്രായേൽ മക്കളെ പിന്തുടർന്ന് പിടിച്ച് കൊല്ലുവാനും കൊള്ള പങ്കിടുവാനുമാണ്. ഓർക്കുക, കാര്യം സാധിച്ചു എന്ന് മിസ്രയീമ്യർക്ക് തോന്നിയെങ്കിലും അവർ ഇറങ്ങിയ വഴിയിൽ നിന്നും കയറുവാൻ ദൈവം അവരെ അനുവദിച്ചില്ല. സമുദ്രം അവരെ മുക്കിക്കൊല്ലുകയും അവരുടെ ജനം സകല ജനവും കാണുകയും ചെയ്തു. എന്നാൽ ഇടുങ്ങിയ വാതിലും ഞെരുക്കമുള്ള വഴിയും അഥവാ അനുസരണത്തിൻ്റെ വഴിയും ജീവനും അനുഗ്രഹവും തിരഞ്ഞെടുത്ത ഇസ്രായേൽ ചെങ്കടലിൽ നിന്നും കയറി. എങ്കിലും അവരെ രക്ഷിച്ച യഹോവയെയും അവർ കാണുകയും അനുഭവിക്കുകയും ചെയ്ത അത്ഭുതങ്ങളെയും അവർ മറന്നു കളഞ്ഞു എന്ന് 78-ാം സങ്കീർത്തനം 11-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവത്തെയും അവൻ്റെ അത്ഭുത പ്രവൃത്തികളെയും എന്തുകൊണ്ടാണ് അവർ മറന്നു കളഞ്ഞതെന്ന് 78-ാം സങ്കീർത്തനം 10-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അവർ ദൈവത്തിൻ്റെ നിയമം പ്രമാണിച്ചില്ല. അവരുടെ ന്യായപ്രമാണത്തെ ഉപേക്ഷിച്ച് നടന്നു. ഇസ്രായേൽ മക്കളുടെ 12 ഗോത്രങ്ങളിൽ പ്രബല ഗോത്രമാണ് എഫ്രയീം. ഏറ്റവും വലിയ ഗോത്രമാണെന്ന് പറയാം. അവർക്ക് ധാരാളം ആയുധങ്ങളും അത് പ്രയോഗിക്കുവാൻ മറ്റേത് ഗോത്രത്തെക്കാളും കൂടുതൽ ആളുകളുമുണ്ട്. ശക്തന്മാരായിരുന്നു അവർ. എപ്പോഴും ആയുധം ധരിച്ചൊരു യുദ്ധം പ്രതീക്ഷിച്ച് നിൽക്കുകയാണവർ. അപ്പോഴാണ് അതാ ശത്രു സൈന്യം അവരുടെ അടുത്ത് എത്തിക്കഴിഞ്ഞു. അവരുടെ ശത്രു ചെറിയൊരു കൂട്ടമായിരിക്കാം, എന്നാൽ ഇത് ആ കൂട്ടത്തോട് യുദ്ധം ചെയ്ത് മുന്നേറുവാൻ കഴിയാതെ അവർ പിന്തിരിഞ്ഞ് ഓടുകയാണ്. 78-ാം സങ്കീർത്തനം 9-ാം വാക്യത്തിൽ നമുക്കിത് വായിക്കുവാൻ കഴിയും. ആയുധം ധരിച്ച വില്ലാളികളായ എഫ്രയീമ്യർ യുദ്ധ ദിവസത്തിൽ പിന്തിരിഞ്ഞു പോയി. യുദ്ധത്തിനുള്ള ആയുധം എത്ര കേമമാണെങ്കിലും അത് ധരിക്കുന്നവർ ദൈവത്തോട് മത്സരിക്കുന്നവരാണെങ്കിൽ പരാജയം ഉറപ്പാണെന്ന് ഈ ഭാഗം നമ്മെ പഠിപ്പിക്കുന്നു. വിശ്വസിക്കുകയും ആശ്രയിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്ന ജനത്തിനു വേണ്ടി യുദ്ധായുധങ്ങളൊന്നുമില്ലാതെ ചെങ്കടലിലും ഇസ്രായേലിലും ജനത്തിനു വേണ്ടി യഹോവ യുദ്ധം ചെയ്ത് വൻ വിജയം നേടിക്കൊടുത്തു. എന്നാൽ അനുസരണക്കേട് വന്നപ്പോൾ എഫ്രയീം തകർന്ന് തരിപ്പണമായിപ്പോയി. അവർ പിന്തിരിഞ്ഞ് ഓടേണ്ടി വന്നു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകനെ, ദൈവമകളെ, എന്തെല്ലാം പ്രതിസന്ധി വന്നാലും ദൈവവചനം അനുസരിക്കുമെന്ന് ദൈവസന്നിധിയിൽ തീരുമാനം എടുത്താൽ നമ്മുടെ യുദ്ധം ഏറ്റെടുക്കുന്നവനാണ് കർത്താവായ യേശു ക്രിസ്തു. അതിന് നാം ചെയ്യേണ്ടത് ദൈവവചനം വായിക്കുകയും അനുസരിക്കുകയും ചെയ്യുക എന്നതാണ്. ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്തു തരുന്ന നന്മകൾ ഒന്നും മറന്നു പോകാതെ ഓർക്കുക. ഇത്രയും നാം ചെയ്യാമെങ്കിൽ അവൻ്റെ കൽപ്പനകൾ അനുസരിക്കാതിരിക്കുവാൻ നമുക്ക് കഴിയുകയില്ല. കൂടുതൽ നാം ദൈവത്തോട് അടുക്കുവാൻ തക്കവണ്ണം യേശു നമുക്ക് താൻ ആരാണെന്ന് വെളിപ്പെടുത്തി തരികയും ചെയ്യും. ദൈവത്തിൻ്റെ പ്രവൃത്തികൾ മറന്നാൽ അവൻ്റെ കൽപ്പനകൾ അനുസരിക്കുവാൻ നമുക്ക് കഴിയാതെ വന്നേക്കാം. ദൈവത്തിൻ്റെ പ്രവൃത്തികൾ നാം ഓർത്താൽ ദൈവത്തിൻ്റെ കൽപ്പനകൾ നാം ഓർക്കും. ദൈവത്തിൻ്റെ കൽപ്പനകൾ നാം ഓർത്താൽ അത് അനുസരിക്കുവാൻ നമുക്ക് കഴിയും. വിശ്വാസവും അനുസരണവും ആശ്രയവും ആണ് ദൈവത്തെ പ്രസാദിപ്പിക്കുവാനുള്ള ഏക മാർഗം. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുകയില്ല. അനുസരണമില്ലാത്ത വിശ്വാസം ദൈവം വെറുക്കുന്ന പാപമാണെന്ന് നാം ഓർക്കണം. വിശ്വാസവും അനുസരണവും നമുക്കുണ്ടെങ്കിൽ നിശ്ചയമായും നാം ദൈവപ്രവൃത്തികളായ അത്ഭുതങ്ങൾ മാത്രമല്ല, അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവത്തെയും അവൻ്റെ മഹത്വത്തെയും നമുക്ക് ദർശിക്കുവാൻ കഴിയും. ദൈവകൽപ്പനകൾ എന്ന വാക്കുകൾ നാം ഇപ്പോൾ അനവധി പ്രാവശ്യം കേട്ട് കഴിഞ്ഞു. എന്നാൽ ഏതെല്ലാമാണ് ആ കൽപ്പനകൾ എന്ന് ചുരുക്കമായി പറയുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 22-ാം വാക്യത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: ഞാനോ നിങ്ങളോട് പറയുന്നത്, സഹോദരനോട് കോപിക്കുന്നവനെല്ലാം ന്യായവിധിക്ക് യോഗ്യനാകും. സഹോദരനോട് നിസ്സാര എന്ന് പറഞ്ഞാൽ ന്യായാധിപ സഭയുടെ മുമ്പിൽ നിൽക്കേണ്ടി വരും. മൂഢ എന്ന് സഹോദരനെ വിളിച്ചാൽ അഗ്നി നരകത്തിന് യോഗ്യനാകും. യേശു പറഞ്ഞ വാക്കുകളാണ് നാം കേട്ടത്. ഇത് ദൈവത്തിൻ്റെ കൽപ്പനയാണ്. മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 32-ാം വാക്യത്തിൽ പരസംഗം ഹേതുവായിട്ടല്ലാതെ ഭാര്യയെ ഉപേക്ഷിക്കുന്നവനെല്ലാം അവളെ കൊണ്ട് വ്യഭിചാരം ചെയ്യിക്കുന്നു. ഉപേക്ഷിച്ചവളെ ആരെങ്കിലും വിവാഹം കഴിച്ചാൽ വ്യഭിചാരം ചെയ്യുന്നുവെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 14-ാം വാക്യത്തിൽ നിങ്ങൾ മനുഷ്യരോട് അവരുടെ പിഴകളെ ക്ഷമിച്ചാൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോട് ക്ഷമിക്കും.
നിങ്ങൾ മനുഷ്യരോട് പിഴകളെ ക്ഷമിക്കാഞ്ഞാലോ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കുകയില്ല എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. മത്തായി സുവിശേഷം 6-ാം അധ്യായം 19 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപം സ്വരൂപിക്കരുത് എന്ന് യേശു കൽപ്പിച്ചിരിക്കുന്നു. എന്നാൽ സ്വർഗത്തിൽ നിങ്ങൾ നിക്ഷേപം സ്വരൂപിക്കുവാൻ അനുവാദം തന്നിരിക്കുന്നു. അതും കൽപ്പനയാണ് എന്ന് നാം ഓർക്കണം. അപ്രകാരം കൽപ്പന തരുവാനുള്ള കാരണം യേശു വെളിപ്പെടുത്തുന്നുണ്ട്. നിന്റെ നിക്ഷേപം ഇരിക്കുന്നിടത്ത് നിന്റെ ഹൃദയം ഇരിക്കും എന്നതുകൊണ്ടാണ് അപ്രകാരം കൽപ്പിച്ചത്. ഭൂമിയിൽ നാം നിക്ഷേപം സ്വരൂപിക്കുന്നത് കൂടിയാൽ 100 വർഷത്തിനു വേണ്ടിയാണ്. അത് കഴിഞ്ഞാൽ നമ്മുടെ നിക്ഷേപം ഉപയോഗിക്കുമെന്ന് നമുക്കറിയില്ല. ആകയാൽ ഭൂമിയിൽ നിക്ഷേപം സ്വരൂപിക്കുന്നതിനേക്കാൾ സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിക്കുന്നതിന് അഥവാ ദൈവത്തെ അനുസരിക്കുന്നതിന് നാം പ്രാധാന്യം കൊടുക്കണം എന്ന് സാരം. മത്തായി സുവിശേഷം 7-ാം അധ്യായം 15 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുവിൻ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. നാം ചതിയിൽപ്പെടാതെ സൂക്ഷിക്കുവാനുള്ള ദൈവത്തിൻ്റെ കരുതൽ ആണ് ഇത് എന്ന് നാം ഓർക്കണം. പുറപ്പാട് പുസ്തകം 23-ാം അധ്യായം 1-2 വാക്യങ്ങളിൽ കൂടി ദൈവം തന്നിട്ടുള്ള കൽപ്പനകൾ ഇപ്രകാരമാണ്: വ്യാജവർത്തമാനം പരത്തരുത്, കള്ളസാക്ഷിയായിരിക്കാൻ ദുഷ്ടനോടുകൂടെ ചേരരുത്, ബഹുജനപക്ഷം അനുസരിച്ച് ദോഷം ചെയ്യരുത്, ന്യായം മറിച്ച് കളയുവാൻ ബഹുജനപക്ഷം ചേർന്ന് വ്യവഹാരത്തിൽ സാക്ഷ്യം പറയരുത്. പുറപ്പാട് പുസ്തകം 23-ാം അധ്യായം 1-2 വാക്യങ്ങളാണ് നാം കേട്ടത്. പുറപ്പാട് പുസ്തകം 23-ാം അധ്യായം 7-ാം വാക്യത്തിൽ കള്ളക്കാര്യം വിട്ട് അകന്നിരിക്കണം. പുറപ്പാട് പുസ്തകം 23-ാം അധ്യായം 12-ാം വാക്യത്തിൽ 6 ദിവസം വേല ചെയ്യണം, 7-ാം ദിവസം സ്വസ്ഥമായിരിക്കണം. പുറപ്പാട് പുസ്തകം 23-ാം അധ്യായം 13-ാം വാക്യത്തിൽ സ്വഭാവത്താൽ ദൈവമല്ലാത്ത ദൈവത്തെ കീർത്തിക്കരുതെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. പുറപ്പാട് പുസ്തകം 23-ാം അധ്യായം 25-ാം വാക്യത്തിൽ നിങ്ങളുടെ ദൈവമായ യഹോവയെ അഥവാ കർത്താവായ യേശു ക്രിസ്തുവിനെ തന്നെ സേവിപ്പിൻ, എന്നാൽ അവൻ നിൻ്റെ അപ്പത്തെയും വെള്ളത്തെയും അനുഗ്രഹിക്കും, ഞാൻ രോഗങ്ങളെ നിൻ്റെ നടുവിൽ നിന്ന് അകറ്റിക്കളയുമെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ലേവ്യ പുസ്തകം 19-ാം അധ്യായം 3-ാം വാക്യത്തിൽ അപ്പനെയും അമ്മയെയും ഭയപ്പെടണമെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ലേവ്യ പുസ്തകം 19-ാം അധ്യായം 4-ാം വാക്യത്തിൽ വിഗ്രഹങ്ങളുടെ അടുക്കിലേക്ക് തിരിയരുത്, ദേവന്മാരെ നിങ്ങൾക്ക് വാർത്തുണ്ടാക്കരുത് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ലേവ്യ പുസ്തകം 19-ാം അധ്യായം 11-ാം വാക്യത്തിൽ മോഷ്ടിക്കരുത്, ചതിക്കരുത്, ഒരുത്തനോടൊരുത്തൻ ഭോഷ്ക് പറയരുത് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ലേവ്യ പുസ്തകം 19-ാം അധ്യായം 26-ാം വാക്യത്തിൽ ആഭിചാരം ചെയ്യരുത്, മുഹൂർത്തം നോക്കരുതെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ലേവ്യ പുസ്തകം 19-ാം അധ്യായം 13-ാം വാക്യത്തിൽ കൂട്ടുകാരനെ പീഡിപ്പിക്കരുത്, അവൻ്റെ വസ്തു കവർച്ച ചെയ്യരുത്, കൂലിക്കാരൻ്റെ കൂലി പിറ്റേന്ന് രാവിലെ വരെ നിൻ്റെ പക്കൽ ഇരിക്കരുത് എന്നും ലേവ്യ പുസ്തകം 19-ാം അധ്യായം 14 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ ചെകിടനെ ശപിക്കരുത്, ഏഷണി പറഞ്ഞ് നടക്കരുത്, ദ്വേഷിക്കരുത്, പക വയ്ക്കരുത് എന്നും രേഖപ്പെടുത്തിയിരിക്കുന്നു. ലേവ്യ പുസ്തകം 19-ാം അധ്യായം 28 മുതൽ 32 വരെയുള്ള വാക്യങ്ങളിൽ മരിച്ചവന് വേണ്ടി ശരീരത്തിൽ മുറിവുണ്ടാക്കരുത് എന്നും മന്ത്രവാദികളുടെ അടുക്കൽ പോകരുത് എന്നും നരച്ചവൻ്റെ മുമ്പിൽ എഴുന്നേൽക്കണം എന്നും രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇതെല്ലാം ഇസ്രായേൽ മക്കൾക്കും നമുക്കും തന്നിട്ടുള്ള ദൈവത്തിൻ്റെ കൽപ്പനകളാണ്. ഇത് നാം അനുസരിച്ചാൽ നാം യാത്ര ചെയ്യുക നിത്യജീവൻ്റെ വഴിയിൽ കൂടിയായിരിക്കും. ഈ കൽപ്പനകൾ അനുസരിക്കുന്നവർക്ക് വളരെ വേഗം മുന്നേറുവാൻ കഴിയുകയില്ല. കാരണം ശ്രദ്ധിച്ചില്ലെങ്കിൽ നാം പ്രതിസന്ധിയിലാകും. അങ്ങനെയാണ് ആ പാത ഞെരുക്കമുള്ളതായി തീരുന്നത്. ഈ കൽപ്പനകൾ നമുക്ക് അനുസരിക്കുവാൻ കഴിയണമെങ്കിൽ ഉയരത്തിലെ ശക്തിയായ പരിശുദ്ധാത്മാവിനെ നാം പ്രാപിക്കണം. പരിശുദ്ധാത്മാവാണ് നമുക്കിതെല്ലാം സമയാസമയങ്ങളിൽ ഓർപ്പിച്ചു തരുന്നത്. അനുസരിക്കുവാനുള്ള ശക്തി തരുന്നതും പരിശുദ്ധാത്മാവ് തന്നെയാണ്. നമ്മുടെ വശത്തു നിന്നും നാം ചെയ്യേണ്ടത് 119-ാം സങ്കീർത്തനം 101-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ കർത്താവിൻ്റെ വചനം പ്രമാണിക്കേണ്ടതിന് സകല ദുർമാർഗത്തിൽ നിന്നും കാൽ വിലക്കുക എന്നതാണ്. തന്നെയുമല്ല 119-ാം സങ്കീർത്തനം 104-ാം വാക്യത്തിൽ അതിൻ്റെ അവസാന ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ സകല വ്യാജമാർഗവും വെറുക്കണം. യഹോവ അഥവാ കർത്താവായ യേശു ക്രിസ്തു ബൈബിളിൽ കൂടി ഇസ്രായേൽ മക്കൾക്കും നമുക്കും തരുന്ന നാം കൃത്യമായി ആചരിക്കേണ്ടുന്ന കൽപ്പനകളിൽ ചിലതാണ് നാം കേട്ടത്. ഈ കൽപ്പനകൾ നാം അനുസരിക്കാമെങ്കിൽ നിശ്ചയമായും ദൈവാനുഗ്രഹം നമ്മുടെ ഹൃദയത്തിലും ഭവനത്തിലും നിറയും. ആകയാൽ നമുക്ക് ദൈവകൽപ്പന അനുസരിക്കുകയും സമാധാനത്തോടെ ജീവിക്കുകയും നിത്യജീവന് അവകാശികൾ ആയി തീരുകയും ചെയ്യാം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ കൽപ്പനകൾ പ്രമാണിച്ചുകൊണ്ട് ജ്യോതിഷികളെ പോലെ തിളങ്ങുവാനും നിത്യജീവന അവകാശികളായി തീരുവാനും
അടിയനെ മടിയനെ കേൾക്കുന്ന അങ്ങയുടെ കുഞ്ഞുങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ വചനം വായിക്കുവാൻ ഞങ്ങൾക്ക് ആഗ്രഹം തരയണമേ. രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് രോഗസൗഖ്യം കൊടുക്കണമേ. സമാധാനമില്ലാത്തവർക്ക് സമാധാനം കൊടുക്കണമേ. വീടില്ലാത്തവർക്ക് വീട് കൊടുക്കണമേ. വിവാഹപ്രായമായി നിൽക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും തക്കതായ തുണകളെ കൊടുക്കണമേ. ഞങ്ങളുടെ യവനക്കാരത്തിയുള്ള കുഞ്ഞുങ്ങളും ആരാലും വഞ്ചിക്കപ്പെടുവാൻ ഇടവരാതെ അങ്ങയുടെ പ്രമാണം അനുസരിക്കുന്നവരായി തീരുവാൻ ഇടവരുത്തണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.